ഇന്ന് ഡേ 4 ആണ്. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാൻ തോന്നുന്നില്ല ആക്ച്വലി. ഇതെന്തായാലും മിസ് ചെയ്യും. കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നേ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ നല്ലോണം സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലോണം അടുത്തൊക്കെ പോകുന്നതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമുണ്ട്. അടിപൊളിയായിട്ട് കാരണം ഇതേപോലത്തെ ഒരു ഗ്രൂപ്പ് ഇതേവരെ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അങ്ങോട്ട് അടിപൊളി. നിങ്ങൾ ഏഴ് അടിപൊളി. വീഡിയോ അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഡേ ആണ്. എന്താ പറയുക, ലക്ഷദ്വീപിനെ പറ്റി നല്ല പ്ലേസാണ്, നല്ല മനുഷ്യരാണ് ഇവിടുത്തെ, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പോകുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇനി കൊച്ചിയിലെത്തിയിട്ട് കാണാം. ചിലപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അപ്പോൾ കാണാം, അല്ലെങ്കിൽ കൊച്ചിയിലെത്തിയിട്ട് കാണാം. ഞാൻ റൂം ടൂർ എടുക്കാൻ ആക്ച്വലി മറന്നുപോയി. വേണ്ട, അത് വേസ്റ്റ്. ബൈ, ടാറ്റ പറഞ്ഞേ. ഞങ്ങള് ഡിപ്പാർട്ട് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ജൂലൈ 20 ലക്ഷദ്വീപിനോട് ബായ് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ പോകണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലക്ഷദ്വീപിലേക്ക് എൻ്റർ ആവാൻ നമുക്കൊരു പെർമിറ്റ് വേണം. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മളൊരു ട്രാവൽ ഏജൻസി ത്രൂ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെർമിറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം അവർ നോക്കിക്കോളും. ഞാൻ പോയത് മോർ ടു ട്രാവൽ എന്ന് പറയുന്ന ഏജൻസി ത്രൂ ആണ്. നല്ല സർവീസാണ്. ഞാൻ അവരുടെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം നല്ല സർവീസാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ഏജൻസി ത്രൂ ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് മോർണിംഗ് ഒരുങ്ങിപ്പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ മസ്റ്റായിട്ട് ലക്ഷദ്വീപിൽ പോകുമ്പോൾ ക്യാരി ചെയ്യണം എന്ന് പറയാം. സൺസ്ക്രീൻ, സൺഗ്ലാസ്, ഹാറ്റ്, ഈ 3 സാധനം ഇല്ലാതെ അങ്ങോട്ട് പോകാനേ ചിന്തിക്കേ വേണ്ട. കാരണം സൺ നല്ല കൂടുതലാണ്. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ വേണം. ആൻഡ് സൺഗ്ലാസും മസ്റ്റാണ്, കാരണം വെയിൽ ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് വരും. പിന്നെ ഹാറ്റ് ഓഫ് കോഴ്സ് അതും വേണം. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഫുൾ കവേർഡ് ആയിട്ടുള്ളത് എടുക്കുക, ഇല്ലേ നമ്മൾ നല്ലപോലെ ടാൻ അടിക്കും. ഫുൾ സ്ലീവ് ടോപ്പും ഫുൾ പാൻറ്റും എടുക്കുക. പിന്നെ നിങ്ങളവിടെ ചെന്നാൽ അവിടുത്തെ നേറ്റീവ് ആൾക്കാരോട് സംസാരിക്കുക, നല്ല പോലെ സംസാരിക്കുക, അവരെല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഒക്കെ കഴിക്കുക, എല്ലാം ട്രൈ ചെയ്യുക. നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ആൾക്കാർ നമുക്ക് അത് സെറ്റാക്കി തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡ് ഉണ്ടാവുമല്ലോ, ആളോട് പറഞ്ഞാലും മതി. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ മെഡിസിൻസ് ഒക്കെ എടുക്കുക, ലൈക്ക് നമ്മൾ നോർമലി ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ, എല്ലാവർക്കും അറിയാമല്ലോ ബാക്കിയൊക്കെ. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക.
ഈ ഒരു ട്രിപ്പ് എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ട്രിപ്പിൽ ഞാൻ എല്ലാ ഇമോഷൻസും ഫേസ് ചെയ്തു. ആൻഡ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഡോണ്ട് കമ്പയർ നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസും വേറൊരാളുടെ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസും വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം ഈവൻ നമ്മുടെ കൂടെ വന്നവരുടെ ആണെങ്കിൽ പോലും, കാരണം നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല അവർ കാണുന്നത്. സോ എല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് ട്രാവലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ട്രാവലിംഗ് ഈസ് മെൻറ്റ് ടു ബി ഡിഫറെൻറ്റ് ഫോർ എവറി വൺ. ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലർക്ക് അങ്ങനെ ആവില്ല. ചിലർക്ക് ഫുൾ ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കും, ചിലർക്ക് അങ്ങനെ ആവില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു തവണ ലക്ഷദ്വീപിൽ പോവുക. ലിറ്ററലി എ പാരഡൈസ് ഓൺ എർത്ത് തന്നെയാണ്. സോ ചാൻസ് കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും പോകണം. ഒന്നല്ലേ പറ്റൂ. ഇതാണോ നല്ലത്, ലക്ഷദ്വീപാണോ നല്ലത്? ലക്ഷദ്വീപ്. ഞങ്ങൾ കൊച്ചിയിലെത്തിയല്ലേ? അതെ, കൊച്ചിയിലെത്തിയപ്പോൾ ഒരു വിഷമം. പിന്നെ ഞങ്ങൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയി, തോപ്പുംപടിയിലുള്ള DIY എന്ന് പറഞ്ഞ ഷോപ്പിൽ. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലൊക്കെ ചെയ്യുന്നവർക്ക് ലൈക്ക് ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ടൊക്കെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടിരിക്കും. കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഈ മോളിലുണ്ട്. മോളിൽ പോയിട്ട് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. വേണം ചുമ്മാ ചേച്ചി ഞങ്ങൾ കാറിലല്ലേ പോകുന്നത്. സന്തോഷം. അമ്മമാർക്കില്ലേ പ്ലേറ്റ്, പാത്രങ്ങളും അടുക്കള സാധനങ്ങളില്ലേ? സന്തോഷം. നല്ല രസമുണ്ട് ബ്ലാക്ക് ഇങ്ങനത്തെ വെറൈറ്റി. ഇത് കണ്ടോ? ബീങ് അലോൺ, അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്.